നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്കറിയാം നീ അടക്കമുള്ളവര് സന്തോഷിക്കുവാന്ന്. ധനുഷ് എന്നെയും കളഞ്ഞിട്ട് എങ്ങും പോവില്ല. അതിന് ഞാൻ നിന്നോട് വല്ലതും പറഞ്ഞോ? നീയല്ലേ ധനുഷിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയത്? നീ കൂടുതൽ സംസാരിക്കണ്ട, എനിക്കെല്ലാം അറിയാം. നിന്റെ ഏട്ടത്തെ അർച്ചനോട് പറഞ്ഞേക്ക്, എന്നെയും ധനുഷിനെയും തമ്മിൽ പിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ജയിലിന്റെ ഫ്രണ്ടിലെ കിഡ്നാപ്പിംഗ് ഡ്രാമയെങ്കില് അതിലൊന്നും കുടുങ്ങുന്നവളല്ലേ ഈ സ്നേഹയെന്ന്. അവൻ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും അവൻ വരും, എന്നെ തിരക്കി വരും. തീക്കട്ട കൊണ്ടാ തല ചൊറിയുന്നേ അർച്ചന എന്ന് പറഞ്ഞ് എന്റെ ഏട്ടത്തോട് പറഞ്ഞേക്ക്. ഞാൻ അനഘയല്ലെന്നും സ്നേഹയാണെന്നും ഓർമ്മിപ്പിച്ചേക്ക്. ഒന്ന് നിന്നേ. വിവാഹ പന്തലില് വെച്ച് മുഹൂർത്തത്തിന് തൊട്ടു മുൻപ് ആ വിവാഹം മുടങ്ങുമ്പോ അത് എന്തുമാത്രം വിഷമം ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് പ്രത്യേകിച്ചും സ്നേഹിക്കുന്ന ആളാണ് വിവാഹം കഴിക്കാനിരുന്നതെങ്കിൽ ചങ്ക് തകരുന്ന അവസ്ഥയാ. ആ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ ഇതുവരെ ഞാൻ നിന്നെ ഒന്നും പറയാത്തതും വിഷമിപ്പിക്കാത്തതും, എന്ത് പറഞ്ഞാലും താഴ്ന്നു തരുന്നതും. അപ്പൊ നീ ചവിട്ടി തലയിലേക്ക് കയറുന്നോ? നീ കുറെ ദിവസമായി തുടങ്ങിയിട്ട് എന്ത് പറഞ്ഞാലും അർച്ചനേട്ടത്തെ എന്നെ എല്ലാം താറടിച്ചൊരു വർത്തമാനം. അർച്ചനേട്ടത്തെ പറയുന്നതിന് മറുപടി അവര് തരും നിനക്ക്. നീ സ്നേഹിച്ചവൻ ആൾമാറാട്ടക്കാരനായി പോയതില് ഞാൻ എന്ത് പഴിച്ചു? അവൻ വന്ന് കുറച്ച് ഒലിപ്പിച്ച് കാണിച്ചപ്പോ നീ അതില് വീണു. ഇതിനൊക്കെ നീ എന്നെ പറയുന്ന എന്തിനാ? നിക്കേ, ഇനി ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് നീ പോയാ മതി. എല്ലാവരുടെയും മുന്നിൽ വെച്ചും ദേ ഇപ്പോഴും നീ പറയുന്ന കേട്ടു, എന്നെ പോലെ അല്ല നീ എന്ന്. അതെ, എന്നെ പോലെ അല്ല നീ. ഞാൻ സ്നേഹിച്ചതും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും നിന്റെ ഏട്ടനായ സന്ദീപിനെയാ, അല്ലാതെ ധനുഷിനെ പോലെ ഒരു ഫ്രോഡിനെ അല്ല. നിന്റെ ഒരു വിവാഹമല്ലേ മുടങ്ങിയത്? എന്റെ 2 തവണ മുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നിന്നെ പോലെയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. നിന്നെ പോലെ മദ്യപിച്ച് ലെക്ക് കെട്ട് ഇവിടെ അച്ഛന്റെയും ഏട്ടന്മാരുടെയും മുന്നില് ഞാൻ കരഞ്ഞു കാണിച്ചിട്ടില്ലാന്ന്. അന്ന് ഞാൻ സ്വയം ഉരുകിയിട്ടേ ഉള്ളൂ. സ്നേഹ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ വിവാഹം നിന്റെ മാത്രം പ്രശ്നമാണ്. നീ വിഷമിക്കുന്നത് കാണുമ്പോഴാ ഇവിടെ ഉള്ളവര് നിന്നെ ആശ്വസിപ്പിക്കാൻ വരുന്നത്. അപ്പൊ നിന്റെ ഓവർ ഷോ. അവനെ കിട്ടില്ലെങ്കിൽ നീ ചത്തുകളയും പോലും. എനിക്കറിയാം നീ ചാവാനൊന്നും പോകുന്നില്ലെന്ന്. മദ്യത്തിന്റെ ബലമില്ലാതെ നിനക്കത് പറയാൻ പോലും പറ്റില്ല. പിന്നെയല്ലേ നീ ചെയ്യാൻ പോകുന്നേ. നിന്റെ ഭീഷണിയൊക്കെ ഇവിടെയുള്ള മറ്റുള്ളവരോട് മതി, ഈ അനഘയോട് വേണ്ട. ഇതുപോലുള്ള പല അഭ്യാസങ്ങളും കണ്ടിട്ടും പരീക്ഷിച്ചിട്ടുള്ള ആളാ ഞാൻ. പിന്നെ മറ്റൊന്നുകൂടി ഞാൻ പറയാം. ഇനി മേലിൽ നിന്റെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ വെറുതെ ആണെങ്കിൽ പോലും എന്റെ പേര് നീ പറഞ്ഞു കേൾക്കരുത്. എന്റെ പ്രേമത്തെക്കുറിച്ചൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. ഇനി നീയായിട്ടത് ഓർമ്മപ്പെടുത്തണ്ട. ഇനി ഇത് ഒരിക്കൽ കൂടി ആവർത്തിച്ച അപ്പൊ നീ എന്റെ കൈയുടെ ചൂടറിയും. അതിപ്പോ ആരൊക്കെ ഉള്ളപ്പോഴാണെങ്കിലും ശരി, ഏത് സാഹചര്യത്തിലാണെങ്കിലും ശരി, പറഞ്ഞില്ലെന്ന് വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.